റേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. പവി കെയർടേക്കർ, അതായത് ഡയറക്ടർ നമുക്കറിയാം വിനീത് കുമാറാണ്. അതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ദിലീപേട്ടൻ തന്നെയാണ്. അതുപോലെ എൻ്റെ സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്തിരിക്കുന്ന രാജേഷ് രാഘവൻ, അതുപോലെ DOP സാനു താഹിർ, അതുപോലെ എൻ്റെ എഡിറ്റർ എന്ന് പറയുന്നത് ദീപു ജോസഫ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ഒരു അണിയറ പ്രവർത്തകരെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറയുന്നത്. അതുപോലെ ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിൽ ദിലീപേട്ടനോടൊപ്പം രാധിക ശരത് കുമാർ, ജോണി ആൻ്റണി, അങ്ങനെ കുറേ ആൾക്കാർ. കുറേ നാളിന് ശേഷം പടിയൻ ജോർജിനെ നമുക്കൊരു സിനിമയ്ക്കകത്ത് കാണാൻ പറ്റി. വലിയ ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ധർമ്മജൻ ബോൾഗാട്ടിയുടെ കുറച്ച് നേരമൊക്കെ ഉള്ളെങ്കിലും അദ്ദേഹത്തിനെ നമുക്ക് കാണാൻ പറ്റി. ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു സിനിമ. ഇപ്പോൾ വിനീത് കുമാറിനെ കുറിച്ച് നമുക്കറിയാം. വിനീത് കുമാർ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ വലിയ സിനിമകളൊന്നും ഇതുവരെ എടുത്തിട്ടുള്ള ആളൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ സിനിമകൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വന്ന് പിന്നെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുള്ള ആളാണ് വിനീത് കുമാർ. അപ്പോൾ വിനീത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വിനീത് കുമാറിനെ വിശ്വസിച്ച് ദിലീപേട്ടൻ ഡേറ്റ് കൊടുത്തു എന്ന് പറയുന്നതാണ് പവി കെയർടേക്കറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ദിലീപേട്ടനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സിനിമയിൽ വലിയ വിജയങ്ങളൊന്നും അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചില്ല. ഒരു രാമലീല എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇങ്ങോട്ട് വന്നിട്ടുള്ള ദിലീപേട്ടൻ്റെ സിനിമകളൊന്നും തിയേറ്ററിൽ വലിയ വിജയമായി തീർന്നിട്ടില്ല. നിർഭാഗ്യം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥകളുടെ പ്രശ്നം കൊണ്ടായിരിക്കാം. പക്ഷേ വിനീത് കുമാറിലേക്ക് അദ്ദേഹം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിനീത് കുമാറിനെ അദ്ദേഹം വിശ്വസിക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു അത്രയും നല്ലൊരു സിനിമയാണെന്ന് ദിലീപേട്ടനെ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കാം വിനീത് കുമാറിനെ വിശ്വസിച്ച് പവി കെയർടേക്കർ എന്ന് പറയുന്നത്. ഇനി പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നാളിന് ശേഷമാണ് ദിലീപേട്ടൻ്റെ ഏറ്റവും ശക്തമായ ആയുധം എന്ന് നമുക്ക് പറയാവുന്ന നർമ്മം, അതായത് കോമഡിയാണ് ദിലീപേട്ടൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആയുധം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അത് അദ്ദേഹത്തിന് ഇഷ്ടം പോലെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് പവി കെയർടേക്കർ എന്ന് പറയുന്ന ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ദിലീപേട്ടൻ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് ചെറിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റു സിനിമകളിൽ കാണുന്ന രീതിയിൽ ഉള്ള അതിൻ്റെ ഒരു DOP നമ്മൾ മറ്റു പല സിനിമയും ഒരുപാട് പ്രശംസിച്ച് പറയത്തക്ക രീതിയിൽ എനിക്ക് പറയാൻ പറ്റാത്തത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ ഈ പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമയുടെ അതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ദിലീപേട്ടൻ്റെ നമ്മൾ പറയുന്ന കണക്ക് അദ്ദേഹത്തിന് ഏറ്റവും മാക്സിമത്തിൽ എന്തൊക്കെ ചെയ്യാം ആ രീതിയിലെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് കരുതി നമ്മൾ ദിലീപേട്ടൻ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള ഒരു കിങ് ലയറോ അല്ലെങ്കിൽ ഒരു ടു കൺട്രീസോ അല്ലെങ്കിൽ മൈ ബോസോ പോലുള്ള ഒരു സിനിമകളുടെ ആ ഒരു കോമഡി അത്തരത്തിലുള്ള രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കരുത്. പക്ഷേ ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്, അതായത് ദിലീപേട്ടൻ്റെ ഞാൻ മുമ്പ് ഒരു വീഡിയോയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് കുറേ ആൾക്കാർ എതിരായി പറഞ്ഞു. ഞാൻ എൻ്റെ അഭിപ്രായത്തിലാണ് പറയുന്നത്. ഏറ്റവും നല്ല രീതിയിലാണ് വിനീത് കുമാർ ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. ദിലീപേട്ടൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസുകളിൽ ഒന്ന് തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത്. കാര്യം അത്രയും മനോഹരമായിട്ട് അദ്ദേഹം, എനിക്ക് തോന്നുന്നു കുടുംബ സമേതം തീർച്ചയായിട്ടും കാണുന്ന ആളുകൾക്ക് ഒട്ടും നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു സിനിമയാണ് പവി കെയർടേക്കർ എന്ന് പറയുന്നത്. ഒരു മസ്റ്റ് വാച്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു വാക്ക് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒട്ടും നിരാശ കൂടാതെ ആളുകൾക്ക് കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഈ പവി കെയർടേക്കറൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. അതായത് മലയാള സിനിമയുടെ ഒരു സുവർണ്ണ കാലഘട്ടം നമുക്കറിയാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒട്ടും കുറവ് വരാത്ത രീതിയിൽ മലയാള സിനിമയെ ആ സുവർണ്ണ കാലഘട്ടത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ് പവി കെയർടേക്കർ എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയങ്ങളുമില്ല. കാര്യം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നമുക്ക് ചിരിക്കാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ട്. കാര്യം ദിലീപേട്ടന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഒരു സിനിമയ്ക്കകത്ത് എന്തൊക്കെയാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതായത് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറേ രാമലീലയ്ക്ക് ശേഷം വന്നിട്ടുള്ള കുറേ സിനിമയ്ക്കകത്ത് ഉൾപ്പെടുത്തേണ്ടിയിരുന്ന അല്ലെങ്കിൽ ദിലീപേട്ടൻ്റെ സിനിമ കാണാൻ വേണ്ടി നമ്മൾ പോകാൻ എന്തിനു വേണ്ടി നമ്മൾ പോയി ആ സാധനങ്ങളൊന്നും നമ്മൾ പല സിനിമകളിലും ദിലീപേട്ടൻ്റെ സിനിമകളിൽ കണ്ടിട്ടില്ല. പകരം ദിലീപേട്ടൻ വേറൊരു ലൈനാണ് ആ സിനിമകളിൽ പിടിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് ദിലീപേട്ടൻ്റെ ആ ശക്തമായിട്ടുള്ള ആയുധമായ കോമഡി എടുത്തുകൊണ്ട് അതായത് കുടുംബ പ്രേക്ഷകരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെ തിയേറ്ററിൽ എങ്ങനെ എത്തിക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ആ ആയുധങ്ങൾ അല്ലെങ്കിൽ അതെല്ലാം കൂടെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് പവി കെയർടേക്കർ. തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാം. തിയേറ്ററിൽ ഒരു വലിയ വിജയമായി തീരുമെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവുമില്ല. താങ്ക് യു.